Hello friends, welcome back to SVG Academy. Already we have completed the not-for-profit organization. Around 18 classes we have completed. How to prepare receipts and payments account, how to prepare income and expenditure account, and how to prepare balance sheet. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ 18 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എങ്ങനെയാണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും ബാലൻസ് ഷീറ്റും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടുഡേ വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? ഇൻ ദി ബിസിനസ് സ്റ്റഡീസ് യു മേ ബി ഓൾറെഡി സ്റ്റഡീഡ് what are the type of business organization, what are the types of business organization, ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഉള്ളത്? ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രൊപ്രൈറ്ററി കൺസേൺ, ദാറ്റ് മീൻസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ദാറ്റ് മീൻസ് കമ്പനീസ്, ഇറ്റ് മേ ബി private limited company or public limited company. ട്രസ്റ്റ്, ഇതെല്ലാം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ്, HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലീസ്. ഇതെല്ലാം ഓരോ തരത്തിലുള്ള ബിസിനസ് മോഡലാണ്, ബിസിനസ് ടൈപ്പാണ്. ആൻഡ് ദി അക്കൗണ്ട്സ് റിലേറ്റഡ് ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് +1 നമ്മൾ പഠിച്ചതാണ്. ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ടും എങ്ങനെയാണ് എഴുതി തയ്യാറാക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഓൾറെഡി വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദി ഫസ്റ്റ് ഇയർ. സോ ദി ഫസ്റ്റ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, വി ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ്. നൗ വി ആർ മൂവിങ് ടു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? What is partnership? That is also you have studied in the business studies. ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പാർട്ട്ണർഷിപ്പ്. എന്താ പാർട്ട്ണർഷിപ്പ്? ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യാൻ ഒരു നിയമമുണ്ട്. അത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റാണ്. ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളെയും കൺട്രോൾ ചെയ്യാൻ നിയമമുണ്ട്. ഓരോന്നിനും അതിനനുസരിച്ചുള്ള ആക്റ്റുകളുണ്ട്. ഇപ്പോൾ കമ്പനികളെ നിയന്ത്രിക്കുന്നത് കമ്പനീസ് ആക്റ്റാണ്. 1956 കമ്പനീസ് ആക്ട് ഉണ്ട്. ഈ കമ്പനീസ് ആക്റ്റാണ് കമ്പനികളെ നിയന്ത്രിക്കുന്നത്. ഇത് 2013 അമെൻഡ് ചെയ്തു. ഇപ്പോൾ അത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 എന്നാണ് പറയുക. നേരത്തേത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ആയിരുന്നു. സോ ദി കമ്പനി ഈസ് ഗവേൺഡ് ബൈ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട്. Here the partnership is governed by Indian Partnership Act 1932. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് നിയമപ്രകാരമാണ് പാർട്ട്ണർഷിപ്പുകളെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇൻ ദി പാർട്ട്ണർഷിപ്പ് ആക്ട് ഇറ്റ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ ക്ലിയറായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. As per Section 4 of the Indian Partnership Act, partnership is the relation between persons. Partnership is the relation between persons who have agreed to share profits on a business. Who have agreed to share profits on a business carried on by all. Carried on by all. Or any one of them acting for all എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. ഫോർ വാട്ട്? എന്തിന്? ടു ഷെയർ പ്രോഫിറ്റ്സ് ഓൺ എ ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാഭമോ നഷ്ടമോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ഒരു കൂട്ടായ്മയാണ്, ഒന്നിൽ കൂടുതൽ വ്യക്തികളടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ് പാർട്ട്ണർഷിപ്പ്. എങ്ങനെ? ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നെങ്കിൽ എല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടാൾ മറ്റുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പോൾ 2 പേരുള്ള പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യും? ഒരാൾ വർക്ക് ചെയ്യുന്നതിൽ ഒരാൾ വർക്ക് ചെയ്യണം. സോ ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ എന്നാ പറഞ്ഞത്. ഒന്നെങ്കിൽ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യുക, എല്ലാവർക്കും വേണ്ടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. ഇതാണ് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിളാണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, പാർട്ണർഷിപ്പ് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share profits on a business carried on by all or any one of them acting for all. Please note down the definition. It will ask in the examination, what is partnership? Partnership, define partnership. Examination purpose inde question varum, define partnership or what is partnership. Section 4 of the Indian Partnership Act 1932 defines a partnership as a relation between persons who have agreed to share profits of a business carried on by all or any one of them acting for all. This is the definition. അപ്പോൾ ഡെഫിനിഷൻ നിങ്ങൾ ബുക്കിൽ എഴുതുക, അതിനെ പഠിക്കുക, കാണാൻ ബൈഹാർട്ട് പഠിക്കരുത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു എന്താണ് ഓരോ മീനിങ്ങും ഓരോ വേർഡുകളും ഉദ്ദേശിക്കുന്നത്. ഇനി പാർട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹൂ ഹാവ് എഗ്രീഡ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചില കാര്യങ്ങൾ എഗ്രി ചെയ്തിട്ടാണ് ഉള്ള ഒരു സംരംഭമാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു. എങ്കിൽ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ബൈ an agreement. Partnership is formed by an agreement. That agreement is called partnership deed. So what is partnership deed? Partnership deed എന്ന് പറയുന്നത് ആ സ്ഥാപനം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്, ആ സ്ഥാപനത്തിൻ്റെ ബൈലോ ആണ്. എന്താണ് ബൈലോ എന്ന് പറഞ്ഞാൽ? നിയമാവലി. ഒരു സ്ഥാപനം എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓരോ പാർട്ട്ണർക്കും ഉള്ള അവകാശങ്ങൾ എന്താണ്, അവരുടെ ബാധ്യതകൾ എന്താണ്, അവർക്ക് പാർട്ണർഷിപ്പിൽ നിന്ന് എന്തെല്ലാം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്, ലാഭമോ നഷ്ടമോ എങ്ങനെയാണ് വീതിക്കേണ്ടത്, ഓരോ പാർട്ട്ണറും എത്ര രൂപ ക്യാപിറ്റൽ അവരുടെ മുതൽ മുടക്ക് കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ ക്ലീനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഈസ് ദി റിട്ടൺ എഗ്രിമെൻറ്റ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിട്ടൺ എഗ്രിമെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു റൈറ്റ് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്. 2 പാർട്ട്ണർമാർ തമ്മിൽ ഓറലായിട്ടുള്ള കാര്യങ്ങളും മതി, വാക്കാൽ പറയുകയാണ്. ഇപ്പോൾ എയും ബിയും ഒരു സ്ഥാപനം ഫോം ചെയ്യാൻ പോവുകയാണ്, അവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. സോ എ ബിയോട് പറയുന്നു, നമുക്കൊരു പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം, നമ്മൾ ഇത്ര ക്യാപിറ്റൽ കൊണ്ടുവരണം, 2 പേരും 1 lakh കൊണ്ടുവരണം, നമ്മൾ ഇന്ന ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ഇന്ന സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന് ലാഭവും നഷ്ടവും നമ്മൾ തമ്മിൽ ഒന്നെങ്കിൽ 50-50, 50% 50%, അല്ലെങ്കിൽ 40% 60%, ഇങ്ങനെ വീതിക്കണം. ഇത് വാക്കാൽ പറഞ്ഞാൽ മതി, കാരണം പാർട്ണർഷിപ്പ് ഡീഡ് എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് 2 പേര് തമ്മിലുള്ള ഒരിടപാട് നടത്തുവാൻ വേണ്ടി ഒരു ഓറൽ എഗ്രിമെൻറ്റ്, ദാറ്റ് ഓറൽ എഗ്രിമെൻറ്റ് ഈസ് ഓൾസോ എ ഡീഡ്.
ബട്ട് ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ. ദാറ്റ് ഈസ് ഡിഫറൻസ്. അതും ഒരു ഡീഡാണ്, പക്ഷേ എഴുതി തയ്യാറാക്കിയിട്ടില്ല. ആ ഓറൽ വേഡിങ്സ്, ആ വാക്കാൽ പറഞ്ഞത് എഴുതി തയ്യാറാക്കിയാൽ അതിൻ്റെ പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. സോ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിട്ടൺ എഗ്രിമെൻറ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. സോ ഇത് ക്വസ്റ്റ്യൻ വരും, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ദി റിട്ടൺ എഗ്രിമെൻറ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. ഇനി എത്ര തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്? 2 തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്? 2 തരത്തിലുള്ള പാർട്ട്ണർഷിപ്പാണുള്ളത്. ഒന്ന് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ, സെക്കൻഡ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. 2 തരത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഒന്ന് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ്, സെക്കൻഡ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന എല്ലാ സ്ഥാപനങ്ങളും, നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്നുണ്ട്, പാർട്ട്ണർഷിപ്പെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. എന്ന് പറഞ്ഞാൽ എത്ര കാലം ആ പാർട്ട്ണർഷിപ്പ് തുടർന്ന് പോകുന്നുവോ അത്രയും കാലം അത് പോകും. അത് ഇന്ന ഡേറ്റിൽ ക്ലോസ് ചെയ്യണമെന്നൊന്നുമില്ല. പാർട്ട്ണർമാർ തമ്മിൽ പിണങ്ങാതെ എത്ര കാലം മുമ്പോട്ട് പോകുന്നോ അത്രയും കാലം ആ പാർട്ട്ണർഷിപ്പ് അതേ ബിസിനസ്സുമായി മുന്നോട്ട് പോകും. അത് പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. ദി പാർട്ട്ണർഷിപ്പ് വിൽ കണ്ടിന്യൂ ഫോർ എവർ അൺലെസ് ഇറ്റ് ഈസ് നോട്ട് ഡിസോൾവ്ഡ്. പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് പിരിച്ചു വിടുന്നില്ല എങ്കിൽ അനന്തമായി മുന്നോട്ട് പോകും. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ. പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് മീൻസ് എ ഫേം ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഫോം ചെയ്യുക. അതാണ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സംരംഭം ഒരു 1 ഇയറിലോ ഒരു 2 ഇയറിലോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്റ്റ് വർക്ക് നമ്മൾ എടുക്കുകയാണ്. ആ കോൺട്രാക്റ്റ് വർക്ക് എടുക്കാൻ നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ഒരാളെ കൊണ്ട് ഇപ്പോൾ ഒരു 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. നമ്മൾ 2 വർഷത്തെ ഒരു കോൺട്രാക്റ്റ് എടുക്കുകയാണ്, ഒരു വർക്ക് എടുക്കുകയാണ്. അതിൻ്റെ ഇനീഷ്യൽ എക്സ്പെൻസ് പറയുന്നത് നമ്മൾക്ക് ആ വർക്ക് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. സോ ഒരാളുടെ കയ്യിൽ മാത്രം ആ 1 crore ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് 2, 1, 1-ൽ കൂടുതൽ ആൾക്കാരെ, 2, 3, 4, 5 ആൾക്കാരെ നമുക്ക് ചേർക്കാം. അപ്പോൾ 5 ആൾ ചേർന്നിട്ട് 20 lakhs വെച്ച് ഓരോരുത്തരും ക്യാപിറ്റൽ കൊണ്ടുവന്നു. അപ്പോൾ എത്രയായി? 1 crore ആയി. പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് എവിടെ വരെയുള്ളൂ? ആ പറഞ്ഞിരിക്കുന്ന കാലാവധി വരെയുള്ളൂ. 2 വർഷത്തെ കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റ് എന്ന് തീരുന്നോ അന്ന് ആ പാർട്ട്ണർഷിപ്പ് ഡിസോൾവ് ആവും. കാരണം ആ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ആ പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് പർട്ടിക്കുലർ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് ഫോംഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസ്. ഇനി പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ കമ്പൽസറി ആണോ അല്ലയോ? വെദർ ദി രജിസ്ട്രേഷൻ ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഈസ് മസ്റ്റ് ഓർ നോട്ട്. കമ്പനികൾ രജിസ്റ്റർ ചെയ്തേ പറ്റൂ. കമ്പനികളായിട്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റ് കമ്പനിയോ പബ്ലിക് കമ്പനിയോ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ് വിത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനി രജിസ്ട്രാറിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, ഇതാണ് കമ്പനിയെ ഗവേൺ ചെയ്യുന്ന സ്ഥാപനം. ഇന്ത്യയിൽ കമ്പനികളെ ഗവേൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സാണ്. ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ എല്ലാ സ്റ്റേറ്റുകളിലും ആ സ്റ്റേറ്റിൻ്റെ പല റീജിയനുകളിലും രജിസ്ട്രാർമാരുണ്ട്. അവരുടെ പേരാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഷോർട്ടായിട്ട് പറയും ROC. കാരണം നിങ്ങൾ കൊമേഴ്സുകാരാണ്, അക്കൗണ്ടൻറ്റുമാരാണ്. കൊമേഴ്സിലെയും അക്കൗണ്ടിങ്ങിലെയും ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ടേംസുകൾ പഠിച്ചു വയ്ക്കണം. ഇന്ത്യയിലെ കമ്പനികളെ ഗവേൺ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സാണ്. മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിൻ്റെ കീഴിൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലും രജിസ്ട്രാർമാരുണ്ട്. അത് ഓരോ സ്റ്റേറ്റിൻ്റെയും ഓരോ റീജിയൻ വൈസാണ്. നമ്മൾക്ക് ഇപ്പോൾ 14 ജില്ലകളിൽ, കേരളത്തിലെ 14 ജില്ലകളിൽ റീജിയൻ വൈസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ കമ്പനികളെ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഇന്ത്യയിൽ ദി രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. കമ്പനികൾ രജിസ്ട്രേഷൻ നിർബന്ധമാണെങ്കിൽ
പാർട്ട്ണർഷിപ്പ് രജിസ്ട്രേഷൻ നിർബന്ധമല്ല. ദി രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഈസ് നോട്ട് കമ്പൽസറി. അപ്പോൾ വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ്, വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ്, വാട്ട് ആർ ദി ലോ ഗവേണിംഗ് ദി പാർട്ട്ണർഷിപ്പ്, ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്, എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് പാർട്ട്ണർ, എന്താണ് പാർട്ട്ണർഷിപ്പ് ഫേം, എത്ര തരത്തിലുള്ള പാർട്ട്ണർമാരുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോവാണ്. സോ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. സോ വി ക്യാൻ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. ഇനി എന്താണ് പാർട്ണർഷിപ്പ്, എന്താണ് പാർട്ട്നേഴ്സ്, ഏതൊക്കെ തരത്തിലുള്ള പാർട്ട്ണർമാർ